ഒരുമാതിരി ലാൻഡ്സ്കേപ്പ്. അങ്ങ് ദൂരെ ഒരു സ്പ്രിംഗ് ബോക്ക് നോക്കി. വീണ്ടും നമ്മളെ വഴി നോക്കാൻ വേണ്ടി വണ്ടി നിർത്തിയിട്ടാ. ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുമായിരിക്കും അല്ലേ? ആ അതെ, വാട്ടറാ കണ്ടോ. സൂര്യൻ കണ്ടോ പയ്യെ ആ മലയുടെ അവിടെ നിന്ന് ഡ്രസ്സും ചേഞ്ച് ചെയ്തു. ഗുഡ് മോർണിംഗ് ഗൈസ്, ഗുഡ് മോർണിംഗ്. നേരം വെളുത്തു. അപ്പം എല്ലാവർക്കും നമസ്കാരം. ആഫ്രിക്കൻ മല്ലു ക്യാമ്പറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും നമ്മൾ സെയിം സ്ഥലത്ത് തന്നെ നമ്മളുടെ ടെൻറ്റ് അടിച്ച് കിടന്ന സ്ഥലം. ടെൻ്റല്ല, വണ്ടിയിലായിരുന്നു കിടന്നത്, ക്യാമ്പ് ചെയ്ത സ്ഥലം. അപ്പോൾ അതേ സൂര്യൻ അവിടെ നിന്ന് ഇങ്ങനെ ഉദിച്ചു വരുന്നുണ്ട്. സൂര്യേട്ടൻ അതേ ഇത് കണ്ടില്ലേ, മഞ്ഞാണിത്, മഞ്ഞ്. എന്തൊരു തണുപ്പ്. ഇവിടെയൊക്കെ നേരം വെളുത്ത് വരുന്നുള്ളൂ കേട്ടോ. 6 മണിയായിട്ടുള്ളൂ സമയം. അപ്പോഴേക്കും സൂര്യൻ ഉദിച്ചു. എന്തായാലും ഒന്നിനി എഴുന്നേക്കണം. നല്ല തണുപ്പുണ്ട് പുറത്ത്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2-3 ഡിഗ്രി ഒക്കെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. നല്ല തണുപ്പുണ്ട് പുറത്ത്. ഞാൻ നല്ല പുതപ്പൊക്കെ പുതച്ച് 3 പുതപ്പുണ്ട്. 3 പുതപ്പും പുതച്ചിട്ടാണ് ഞാൻ കിടക്കുന്നത്. സോക്സ് ഞാൻ ഇടാനേ വിട്ടുപോയി. സോക്സ് ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് മടി കാരണം, എടുക്കാനായിട്ടുള്ള മടി കാരണം ഞാൻ ഇങ്ങനെ തന്നെ കിടന്നുറങ്ങി. അയ്യോ നല്ല രസൂട്ടാണ്. എന്തായാലും നല്ല അടിപൊളിയായിട്ട് കിടന്നുറങ്ങി. ഒരു രക്ഷയുണ്ടായിരുന്നില്ല, അങ്ങനെ പറയാം. അപ്പോൾ നല്ല രീതിയിൽ കിടന്നുറങ്ങി. എന്തായാലും ഇനി ഒന്ന് പാക്ക് ചെയ്യട്ടെ. പാക്ക് ചെയ്തിട്ട് നമുക്ക് നീങ്ങാനുള്ള പരിപാടികൾ നോക്കാം. നീങ്ങാനല്ല, നമുക്ക് ഇവിടെ നിന്ന് വണ്ടി ഓടിച്ച് അവിടെ എത്തണ്ടേ. അപ്പോൾ കഴിച്ചത് നേരം വെളുത്ത് ഞാൻ പുറത്തിറങ്ങിയിട്ടോ. പുറത്തിറങ്ങുമ്പോഴുള്ള കാഴ്ച ഇതാണ്. വേറൊന്നുമില്ല, ഒരു മൃഗങ്ങളോ അങ്ങനെ ഒരു സംഭവങ്ങളും ഇല്ല. ഇനി രാത്രി ഇവിടെ വല്ല മൃഗങ്ങളൊക്കെ വന്നിരുന്നോ ഒന്നും അറിയത്തില്ല. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നക്ഷത്രങ്ങളെയൊക്കെ കണ്ടു ഞാനങ്ങ് കിടന്നുറങ്ങി. സത്യത്തിൽ ചെറിയൊരു പേടിയൊക്കെ വരുന്നുണ്ടായിരുന്നു. പേടിച്ചിട്ട് കാര്യമില്ലല്ലോ, ഇവിടെ നിന്ന് എവിടെയും പോകാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാനങ്ങ് കിടന്നുറങ്ങി. എന്തായാലും പുലിയൊന്നുമില്ല ഈ ഏരിയയിൽ, അതുകൊണ്ട് പിന്നെ രക്ഷപ്പെട്ടു. ആകെയുള്ളത് ആ മൃഗൻ കുറച്ച് സാധനങ്ങളും അതിൻ്റെ പേരും ആൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഞാൻ അവർ തന്നേക്കുന്ന ആ ഇൻഫർമേഷൻ ലീഫ്ലെറ്റിലുണ്ട് എന്തൊക്കെ മൃഗങ്ങളാണ് ഉള്ളതെന്നുള്ളത്. ഈ ഒരു വ്യൂവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കൊന്നും പറയാനില്ല കേട്ടോ. അതേ സ്റ്റിൽ നമ്മുടെ അമ്പിളിമാമൻ അവിടെ ഹാഫ് മൂണായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഇത് നോക്കി, എന്താ രസമല്ലേ, വേറെ ലോകത്തെത്തിയ പോലെയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കൂ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാ പരിപാടിയും ചെയ്തോ. ആഫ്രിക്കൻ മല്ലു ക്യാമ്പർ. അപ്പോൾ നമ്മൾ ഇന്നലെ കിടന്നത് ഈ വണ്ടിയിലാണ്. ഇന്നലത്തെ വീഡിയോ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നേരെ കയറി വീഡിയോ ഒക്കെ കണ്ടിട്ട് പോവാം. അഭിപ്രായങ്ങളെല്ലാം പറയണം. നമ്മൾ കിടന്ന സ്ഥലം ഇതാണ്. വേറൊരു ലോകത്താണ് നമ്മൾ കിടന്നത്. നമ്മൾ ചന്ദ്രനിലോ അല്ലെങ്കിൽ വേറെ ഏതോ ഗ്രഹത്തിലെത്തിയ ഒരവസ്ഥയിലാണ് കിടന്നത്. ഇത് നോക്കി, ഒരു മനുഷ്യക്കുഞ്ഞ് പോലും ഇല്ല. അപ്പോൾ ഇന്നലെ കാണാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഒന്നും കൂടി പറയുന്നത്. നമ്മൾ കിടന്നത് ഇന്നലെ താങ്കൂക്കാരു നാഷണൽ പാർക്കിൻ്റെ ഉള്ളിലാണ് കിടന്നത്. ക്യാമ്പ് ചെയ്തത്. ടെൻ്റ് അടിക്കാൻ പറ്റിയില്ല, രാത്രി ആയതുകൊണ്ട് ടെൻ്റ് അടിക്കാൻ പറ്റിയില്ല. പിന്നെ ഇവിടെ ഒരു കണ്ടില്ല, ഇങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. ഇന്നലെ നല്ല കാറ്റുണ്ടായിരുന്നു, അപ്പോൾ പൊടിക്കാറ്റാണ് വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് മാത്രം പിന്നെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. സോളോ ക്യാമ്പിംഗ് ആണ്. അതും കാരണം കൂടിയാണ്. കാരണം വണ്ടി കിടക്കുന്നതാണ് എനിക്ക് സേഫായിട്ട് തോന്നി. നമ്മൾ പരിചയമില്ലാത്ത ഏരിയയാണല്ലോ. അപ്പോൾ വല്ല മൃഗങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വണ്ടിയിലാണ് കിടന്നത്. അപ്പോൾ ഇതിൽ കൂടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്കൊക്കെ പോകാൻ പറ്റുമോ? അങ്ങോട്ടൊന്നും പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അവിടേക്കൊക്കെ വണ്ടി ഓടിച്ച് പോയിട്ടുണ്ട് ആരൊക്കെയോ. പക്ഷേ അവിടേക്ക് നമ്മൾ പോയി കഴിഞ്ഞാലേ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്താണെന്നറിയോ, വണ്ടിയിൽ ഫ്യൂവല് ഫുള്ളായിരിക്കാൻ ശ്രമിക്കണം. കാരണം എന്താണെന്നറിയോ, ഇഷ്ടം പോലെ കിലോമീറ്റർ 150 കിലോമീറ്ററോളം നമ്മൾ ഉള്ളിലേക്ക് പോകുന്നു. അപ്പോൾ ഇനി തിരിച്ചു പോകുമ്പം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ അതാണിപ്പോൾ എൻ്റെ ഒരു പേടി. കാരണം ഫ്യൂവല് നമുക്ക് കഴിഞ്ഞ് പോകാൻ പാടില്ല. ഇനിയിപ്പോൾ വഴി തെറ്റാൻ പാടില്ല. വഴി തെറ്റാതെ നമ്മൾ സ്ട്രെയിറ്റ് വേണം എത്താൻ വേണ്ടി. സൂര്യൻ കണ്ടോ പയ്യെ ആ മലയുടെ അവിടെ നിന്ന് തല പൊക്കി. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു അവിടെയാണ് ഉദിക്കുന്നത്, ഇവിടെയാണ് ഇന്നലെ അസ്തമിച്ചത്. അതുകൊണ്ട് നമുക്കറിയായിരുന്നു കറക്റ്റ് നമ്മൾ വന്ന സമയത്ത് തന്നെ നമുക്ക് കിഴക്ക് ഏതാ പടിഞ്ഞാറ് ഏതാ എന്നൊക്കെ മനസ്സിലായിരുന്നു. അപ്പോൾ എന്താ ഈ സൂര്യൻ പയ്യെ ഉദിക്കുന്ന കാഴ്ച എന്ത് രസമല്ല കാണാൻ വേണ്ടി.
ഞാൻ പാക്ക് ചെയ്യാൻ പോവാം കേട്ടോ. ഞാൻ ഇനിയിപ്പം നമ്മുടെ പ്രഭാത കർമ്മങ്ങളൊക്കെ എങ്ങനെ സാധിക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും ബ്രഷ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വഴിയെ നോക്കാം. ബ്രഷ് ചെയ്തിട്ട് പോകാം. എന്തായാലും കുളിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല കേട്ടോ. അപ്പം ബാത്റൂമൊന്നുമില്ല അവിടെ. അപ്പം നേരെ പയ്യൊന്ന് നമുക്ക് മൂവ് ചെയ്യാം. ഇന്നലെ നമ്മൾ കുറേ സമയം ഡ്രൈവ് ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത്. നമുക്ക് വഴിയൊക്കെ മാറിപ്പോയതുകൊണ്ടായിരിക്കാം. പക്ഷേ ഇന്നങ്ങനെ പറ്റത്തില്ല. ഇന്ന് നമുക്ക് പോകണം എന്തായാലും. എന്നാലേ നമുക്ക് സമയത്തിന് എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ബെഡ് ഞാൻ മടക്കിക്കൊണ്ടിരിക്കും കേട്ടോ. ബെഡിൻ്റെ എയറെല്ലാം കളഞ്ഞ് ബെഡ് മടക്കി സെറ്റപ്പാക്കി. വണ്ടി കിടന്നിറങ്ങിയോണ്ട് നമുക്ക് ടെൻ്റൊന്നും മടക്കേണ്ട ആവശ്യമില്ല. പിന്നെ കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ലാഭം ചെയ്യാൻ പറ്റും. മനസ്സിലായാ? അപ്പോൾ ബെഡ് ഞാൻ മടക്കി വെച്ചു. ഒറ്റയ്ക്കുള്ളതുകൊണ്ട് ടെൻറ്റ് എടുക്കലൊക്കെ ടെൻ്റ് ആയിരുന്നെങ്കിൽ ഇത്തിരി കൂടി എളുപ്പമായിരുന്നു. പക്ഷേ ഇതെല്ലാം നോക്കിയതല്ല കേട്ടോ. ഞാൻ സത്യത്തിൽ എനിക്ക് ടെൻ്റ് ഇടാനായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് കണ്ടില്ലായിരുന്നു. ഇവിടെ നല്ല ഇങ്ങനത്തെ പൊടി മണ്ണാണ്. അപ്പം ഈ പൊടി മണ്ണുള്ളടത്ത് ഇന്നലെ നല്ല കാറ്റുണ്ടായിരുന്നു. അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് ഞാൻ ചെയ്യാതിരുന്നത്. എനിവേ അത് കുഴപ്പമില്ല. നമുക്ക് അടുത്ത ഇതിൽ നമ്മൾ സെറ്റാക്കും. എന്തായാലും വണ്ടിയും പിന്നെ അതിനാണല്ലോ വണ്ടിയിൽ ഇറങ്ങാൻ വേണ്ടിയാണ് നമ്മൾ വണ്ടി സെറ്റ് ചെയ്താക്കുന്നത്. എനിവേ നമുക്കപ്പം സാധനങ്ങൾ കയറ്റാം. ഇതിപ്പം കറക്റ്റായിട്ട് മടങ്ങിയിട്ടില്ല. ഇതൊന്നും മടക്കിയിട്ടും കയറ്റാൻ പറ്റുമോ നോക്കാം. രാവിലെ ആയതുകൊണ്ടേ ഇപ്പം രാവിലെ നമ്മളിപ്പം പോകുമ്പോൾ നമുക്ക് ചിലപ്പം മൃഗങ്ങളെ കാണാൻ പറ്റും. ചിലപ്പം ഈ രാവിലെ തന്നെ മൃഗങ്ങൾ ഭക്ഷണമൊക്കെ തിറഞ്ഞ് വരുന്നില്ലേ, അപ്പോൾ ചിലപ്പോൾ കാണാൻ പറ്റും. ഭാഗ്യം ഉണ്ടെങ്കിൽ. ഭാഗ്യം പോലെ ഇരിക്കും. നമുക്ക് നോക്കാം. ഞാനൊന്നിത് പാക്ക് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ പല്ലേക്കാന്ന് വിചാരിച്ചു. വേറെ ഇവിടെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ തന്നെ നിന്ന പല്ലേക്കാം. ഒരു ഫുള്ള് ഒറ്റപ്പെട്ട അവസ്ഥയില്ലേ, ഒറ്റപ്പെട്ട് ഏതോ ഒരു സ്ഥലത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാട്ടോ ശരിക്കും. നമ്മുടെ ഫ്രഷ് ആകല് കഴിഞ്ഞിട്ടാ. ഇതാണ് ഫ്രഷ് ആകല്. ഡ്രസ്സും ചേഞ്ച് ചെയ്തു. ഞാനിത് മാറ്റുന്നില്ല. ഞാൻ കുളിച്ചിട്ടില്ലല്ലോ. ആവശ്യമില്ല. ചെന്നിട്ട് മാറ്റാം. ചെറിയ ചെറിയ കിളികളുടെ ശബ്ദമുണ്ട്. അതല്ലാതെ വേറൊരു ശബ്ദമില്ല. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കാറ്റും ഇല്ല, ഒന്നുമില്ല കേട്ടോ. ഭയങ്കര ശൂന്യത. സ്പ്രേ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഈ സാധനം മാത്രമേ എടുത്ത് വയ്ക്കാനുള്ളൂ. ഈ ഐസ് ബോക്സ് മാത്രമേ എടുത്ത് വയ്ക്കാനുള്ളൂ. ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പയ്യെ നീങ്ങാനുള്ള കാര്യങ്ങൾ നോക്കാം. ഞാൻ ചായ ഇടുന്നില്ല, കാരണം ബാത്റൂമിൽ പോകാത്തതുകൊണ്ട് ചായ ഇട്ട് കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി പാടാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഓപ്പണായിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. അത് നമുക്കൊരു ചെറിയൊരു എന്താ പറയുക, പയ്യെ എക്സ്പീരിയൻസ് ആകുമ്പം ശരിയായിക്കൊള്ളുമായിരിക്കും അല്ലേ. ഈ ക്യാമ്പിംഗ് ഒക്കെ ചെയ്തിട്ടേ ഇവിടെ എങ്ങനെയാണോ ഇവരെനിക്ക് തോന്നുന്നേ മൊബൈൽ ടോയ്ലറ്റ് കൊണ്ടിരുന്നു തോന്നുന്നു. അതുണ്ടെങ്കിലാണ് ഇവിടെ പോക്ക് നടക്കത്തുള്ളൂ കേട്ടോ. അതാണ് സംഭവം. അവിടെയൊക്കെ ഇത് എന്തോ പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിങ്ങുകളുടെ അവിടേക്ക് വഴി ഇട്ടിട്ടുണ്ട്. ഞാൻ എന്തായാലും പോകുന്നില്ല. അപ്പോൾ ഇത് ഒന്നുകൂടി ഇന്ന് രാവിലെ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ഇന്നലെ കിടന്ന സ്ഥലം, ഇന്നലെ നിന്ന സ്ഥലം. അപ്പം ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തന്നായിരുന്നു ഇന്നലെ. മൊത്തത്തിൽ ഒരു എന്താ പറയുക, പ്രേതാലയം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് കിടക്കുന്നത്. ഇത് കണ്ടോ നിങ്ങൾ? രാവിലെ തന്നെ നോക്കുമ്പം ഇതാണ് സംഭവം. ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേടിയാകുന്നു. പാമ്പിൻ്റെ അറ പോലെയുണ്ട്. അപ്പം ഇതൊക്കെ കണ്ടോ? ഇതൊക്കെ ഇന്നലെ എന്തോ സംഭവത്തിന് നമ്മൾ പേടിക്കാതെ നിന്നതാട്ടോ. ഇവിടെയൊക്കെ ചെറിയൊരു ഡോറൊക്കെ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ
നോക്കുമ്പോൾ ആണെങ്കിൽ ഒരു ചെറിയൊരു ടാങ്ക് വെച്ചിട്ടുണ്ട്. ടാങ്ക് സെറ്റപ്പിൽ ടാങ്ക് ആണോ എന്താണെന്ന് അറിയത്തില്ല. നമുക്ക് എന്തായാലും അടുത്തൊന്ന് പോയി നോക്കാം. അവിടെ അതേപോലെ പൊട്ടിപ്പൊളിഞ്ഞൊരു ബിൽഡിങ് കിടക്കുന്നുണ്ട്. പിന്നെ ട്രെയിനിൻ്റെ ആണോ പണ്ടത്തെ കാറിൻ്റെ ആണോ എന്നറിയില്ല, എന്തൊക്കെ അവശേഷങ്ങൾ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതാണ് ഇവിടേക്ക് വരുമ്പോൾ കാണുന്ന സംഭവം. ഇതിൻ്റെ ഉള്ളിൽ വെള്ളമൊന്നുമില്ല. ഇതുണ്ടോ, ഇത് മൊത്തത്തിൽ ഇങ്ങനെ ഡ്രൈ ആയിട്ടായിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെയും ഒരു സംഭവമുണ്ട്. ഇതിൻ്റെ ഉള്ളിലും എന്താണെന്നറിയില്ല, എനിക്ക് കാണുന്നില്ല, നിങ്ങൾക്ക് കാണാമല്ലോ. എന്താണെന്നുള്ളത് എനിക്ക് കാണാൻ പറ്റത്തില്ല കേട്ടോ. എനിവേ സൂര്യൻ നന്നായിട്ട് പൊങ്ങി, ഉദിച്ച സൂര്യൻ്റെ നിറമൊക്കെ മാറി നല്ല ചൂടുള്ള സൂര്യനായി. നമുക്ക് നമ്മുടെ ലക്ഷ്യം ആ വഴിക്കാണ് പോകേണ്ടത്. നമുക്ക് ആ വഴിക്ക് എന്തായാലും പോകാം, സമയം കളയണ്ട ഇനി. അപ്പം ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ട്രെയിൻ ലാൻഡിൽ ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനല്ലേ. അപ്പോൾ നമുക്ക് പയ്യെ നീങ്ങിയാലോ. അപ്പോൾ നീങ്ങേണ്ട പരിപാടികൾ നോക്കാം. നമുക്ക് ആ സാധനം കൂടി ഒന്ന് കയറ്റി വയ്ക്കണം. കയറ്റി വെച്ചിട്ട് നമുക്ക് പയ്യെ നീങ്ങാം. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ക്യാമ്പിംഗ് എല്ലാം കണ്ടിട്ടില്ലേ നിങ്ങൾ? ഇന്നലത്തെ എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ കാണണം കേട്ടോ. നമ്മൾ വന്ന വഴി മൃഗങ്ങളും എല്ലാം ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന താങ്കോക്കാരൻ നാഷണൽ പാർക്ക് നല്ല അടിപൊളി പാർക്കാണ്. അങ്ങനത്തെ ലോൺലിനെസ് ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ എല്ലാത്തിൽ നിന്നും വിട്ട് മാറി വന്ന് നിൽക്കാനൊക്കെ ആയിട്ട് ആഗ്രഹിക്കുന്നവർക്ക് നല്ല പറ്റിയ സ്ഥലമാണ്. സൗത്ത് ആഫ്രിക്കയിൽ ഇതേപോലെ ഒത്തിരി നാഷണൽ പാർക്കുകളുണ്ട്. നാഷണൽ പാർക്കിൻ്റെയൊക്കെ ഉള്ളിലാണ് വന്ന് താമസിക്കുന്നത്. റിസ്ക് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റിസ്ക് ഉണ്ട്, മൃഗങ്ങളുടെയൊക്കെ റിസ്ക് ഉണ്ട്. പക്ഷേ ഈ ഏരിയയിൽ ഞാൻ മൃഗങ്ങളൊന്നും കണ്ടില്ല. നമ്മൾ ഇത്തിരി റിസ്ക് ഒക്കെ എടുത്തിട്ടാണ് വന്നത്. എന്തിനാണ് വീഡിയോ ഉണ്ടാക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും റിസ്ക് എടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന്. ഇത് ചെയ്താലും ഒരു രസം, ആ ഒരു രസത്തിനും കൂടിയാണ് വന്നത്. വീഡിയോ എടുക്കാൻ മാത്രമല്ല, നമുക്കതൊരു എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഇഷ്ടപ്പെടുന്നവരൊക്കെ നമ്മുടെ ചാനലിൽ കയറി സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടു കേട്ടോ. നമ്മുടെ എപ്പിസോഡുകളെല്ലാം കിടക്കാച്ച എപ്പിസോഡുകൾ, സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള വെറൈറ്റി എപ്പിസോഡുകൾ വരുന്നുണ്ട് ഇനിയും. അപ്പോൾ നമ്മൾ വണ്ടി കയറി നമ്മൾ പോകും കേട്ടോ. ഇനി എപ്പോഴെങ്കിലും ഒക്കെ ഒരു കാലത്ത് എവിടേക്ക് വരാമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളെന്തായാലും പോകുക. ഇതൊരു ദിവസത്തേക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾ പേടിച്ച് പങ്കിറങ്ങി പോകും എന്ന് പറയുന്ന അവസ്ഥ. അപ്പോൾ നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനം നിലനിർത്തി നമുക്ക് നീങ്ങാം. നമുക്ക് കിടന്ന് എങ്ങനെയെങ്കിലും ഗെറ്റ് ഔട്ട് അടിക്കണം. സൂര്യൻ ഉദിച്ചു വരുമ്പോഴുള്ള ഈ കാഴ്ച ഉണ്ടല്ലോ, സൂര്യൻ അസ്തമിക്കുമ്പോഴുള്ള ഗോൾഡൻ അവേഴ്സ് ഇല്ലേ, അതും നമുക്ക് എപ്പോഴും ഈ വീഡിയോ എടുക്കുന്നവർ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫേഴ്സിനെല്ലാം മെയിനാണ്. അത് പറയുന്നതിന് അർത്ഥമുണ്ട്. അത്രയ്ക്ക് ഭംഗിയായിരിക്കും നമ്മുടെ നേച്ചർ കാണാൻ വേണ്ടി. ഇത് നോക്കിയാൽ നിങ്ങൾ, ഈ പുല്ലെല്ലാം വരെ ഒരു ഗോൾഡൻ കളറിലാണ് നിൽക്കുന്നത്. ആ സൂര്യപ്രകാശം ആയിട്ടെ ഇത് നമ്മൾ ഉച്ചയ്ക്ക് വരുമ്പം ഈ കാഴ്ച ആയിരിക്കത്തില്ല. ഇത് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്ന പോലെ. ഇതൊരു ഉദിച്ചു വരുന്നൊരു ഫ്രഷ്നെസ് നമുക്ക് എപ്പോഴും തരുന്ന ഒരു കാഴ്ചയാണ്. നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റും. കാരണം ഈ രാവിലെയൊക്കെ മൃഗങ്ങൾ നടക്കാറുണ്ടെന്ന് പറയാറില്ലേ, മറ്റേ ഭക്ഷണം തേടി. അപ്പം രാവിലെ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇത് രാവിലെയാണ്, രാവിലെ ഇല്ലല്ലോ, ഇപ്പം 7 മണി ആയിട്ടുള്ളൂ. നമുക്ക് അതിന് മുമ്പ് 10 മണിയാകുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ നിൽക്കണമെങ്കിൽ ഔട്ടടിക്കാൻ നോക്കാം പാർക്കിൽ നിന്ന്. അതാണ് ലക്ഷ്യം. നമുക്കാണെങ്കിൽ 220 കിലോമീറ്റർ നമ്മുടെ വണ്ടി നമ്മൾ നല്ല ഫുൾട്ടാൻ കഴിച്ചിട്ട് വന്നതാണ്, പകുതിയായി. അപ്പം എങ്ങനെയെങ്കിലും വരെ നമുക്ക് വഴി തെറ്റാതെ ഇരുന്നാൽ മതി എന്നാണ് എൻ്റെ പ്രാർത്ഥന. വഴി തെറ്റി കഴിഞ്ഞാൽ ഒരു മനുഷ്യക്കുഞ്ഞിനെ കാണാനില്ല. അത് നിങ്ങൾ കണ്ടല്ലോ, നിങ്ങൾക്ക് വന്ന വഴിയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം. അപ്പം അങ്ങനെ കാര്യങ്ങൾ ഗൈസ്. ഞാനപ്പം വഴി തെറ്റാതെ എങ്ങനെയെങ്കിലും എത്താൻ നോക്കട്ടെ. അപ്പം നമുക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. നമ്മളെ വഴി ഇന്നലെ വന്ന വഴിയും ഒക്കെ ആയിട്ട് ഇന്നലെ ടെൻഷനൊക്കെ അടിച്ച് വന്നതുകൊണ്ട് വഴി മാറിയില്ലോ എന്നറിയത്തില്ല. എനിവേ നമ്മൾ മാപ്പ് വെച്ചിട്ടാണ് വന്നേക്കുന്നത്. മാപ്പ് വെച്ചിട്ട് ഇപ്പം കറക്റ്റായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട്. കാരണം നമ്മൾ നിന്ന സ്ഥലം ഇവിടെ നിന്ന് നേരെ വന്നിട്ട് നമ്മൾ ലെഫ്റ്റ് അടിച്ചു. ഇനി നമുക്ക് റൈറ്റാണ് കാണിക്കുന്നത്. അപ്പോൾ റൈറ്റ് കാണിക്കുമ്പം എനിക്ക് തോന്നുന്നു ഈ വഴിക്കാണ് പോകേണ്ടതെന്ന് തോന്നുന്നത്. കാരണം ഈ വഴിക്ക് അവിടെ സ്പ്രിംഗ് ബോക്ക് ഓടുന്നുണ്ട് കേട്ടോ. അപ്പം ഈ വഴിയുണ്ട്, ഈ വഴിയുണ്ട്. അപ്പോൾ നമുക്ക് റൈറ്റാണ് പോകേണ്ടത്. അപ്പോൾ നമുക്ക് റൈറ്റ് പോയേക്കാം. എന്താ അല്ലേ ഓരോ അവസ്ഥ. മാപ്പ് GPS വർക്കാകുന്നില്ലെന്നേ. GPS അല്ല, നെറ്റില്ല, നെറ്റും ഇല്ല, സിഗ്നലും ഇല്ല, ഒരു തേങ്ങയും ഇല്ല ഇവിടെ. അപ്പോൾ നമുക്ക് പോയേക്കാം. നമ്മളിങ്ങനെ അപ്പം ഈ മലയാണ്, ഈ കുന്നാണ് നമ്മുടെ ലക്ഷ്യമായിരുന്നത്.
ഈ കുന്ന് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കുന്നിനെ തന്നെ നമ്മൾ ചുറ്റിപ്പറ്റി തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇന്നലെ വന്നപ്പോഴും ആ കുന്ന് തന്നെ നോക്കിയിട്ടാണ് ഞാൻ വന്നത്. അതായിരുന്നു നമ്മുടെ ഒരു ലാൻഡ് മാർക്കായിട്ട് ഞാൻ വെച്ചിരുന്നത്. ഇപ്പം നമുക്ക് ഇങ്ങനെ പോകുമ്പം നമ്മൾ ഇവിടെ നോക്കുമ്പം ഇത് കുറേ കെട്ടിടങ്ങൾ, ചെറിയ ചെറിയ കെട്ടിടങ്ങളെല്ലാം ഇതേ ഉപേക്ഷിച്ച് പോയിട്ട നിലയിൽ കാണുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം അബാൻഡൻഡ് ചെയ്ത വില്ലേജ് ആയിരുന്നു. അപ്പം ഇപ്പം അവിടെ പൊട്ടിപ്പൊളിഞ്ഞാണ് ഇരിക്കുന്നത്. അവിടെയൊക്കെ ക്യാമ്പ് സൈറ്റ് ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ഞാൻ എന്തായാലും പോയി നോക്കിയിട്ടില്ല. അപ്പം അവിടെ നിന്ന് ഇതേ ഇങ്ങനെ പോകുക. അപ്പോൾ ഇവിടെയൊക്കെ ജനവാസം ഉണ്ടായിരുന്നെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അല്ലേ, ജനവാസമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ ഇവിടെ എന്തോ ക്യാമ്പ് സൈറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ബേജസ് ഫോണ്ടേ നമ്മുടെ ക്യാമ്പ് സൈറ്റിലേക്ക് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. സെൽഫ് ഡ്രൈവ് ഗെയിം ഡ്രൈവ് ഉണ്ട് കേട്ടോ, ബ്ലിങ്ക് വെലി ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ട്. പിന്നെ 4x4 റൂട്ടും ഉണ്ട്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ. അപ്പം നമുക്ക് നേരെയാണ് പോകേണ്ടത്. ദേ ഇവിടേക്ക് കുറേ പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിങ്ങുകൾ കണ്ടോ നിങ്ങൾ? ഞാൻ ദേ സൂം ചെയ്യാം ഒന്നും കൂടി. ഇത് കണ്ടോ ഇവിടേക്ക് ഇന്നലെ മൃഗങ്ങൾ നിൽക്കുന്നത് കണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ കുടുവിനെയൊക്കെ കണ്ടില്ലായിരുന്നു, അതൊക്കെ ഈ ഏരിയയിലാണ്. ഒരു ഫുഡ് കൂട്ടുന്നതൊക്കെ പുളി സാധനം കേട്ടോ. വണ്ടിയുടെ ഫ്രണ്ടിൽ കൂടെ ഓടിപ്പോയത്. ഇത് കണ്ടോ, വണ്ടിയുടെ ഫ്രണ്ടിൽ കൂടെ ഓടിപ്പോയേ. ഇവിടെയൊക്കെ ഇന്നലെ വന്നപ്പോൾ ഇത്രയ്ക്ക് നനവ് ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ അത് ഇത്തിരി നനഞ്ഞിരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ മഴ പെയ്തോന്ന് എനിക്കറിയത്തില്ല. നമ്മൾ നിന്ന സ്ഥലത്ത് എന്തായാലും മഴ പെയ്തിട്ടില്ല. അതെന്തായാലും ദൈവം അനുഗ്രഹിച്ച് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടായാണ് കേട്ടോ. പക്ഷെ വണ്ടിയിലൊക്കെ കിടന്നത് അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും ഒരു ചെറിയൊരു പേടി വന്നേനെ. ഇതിപ്പോൾ കണ്ടോ ഇവിടെ നല്ല നനഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ ഇങ്ങനത്തെ സ്ഥലത്ത് വരുമ്പോഴേ നമ്മളൊരു മൊബൈൽ ടോയ്ലറ്റും നമുക്ക് വേണ്ട ഫുഡെല്ലാം സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു ചെറിയൊരു റെഫ്രിജറേറ്ററും ഇതെല്ലാം വണ്ടിയിലുണ്ടെങ്കിൽ നല്ല ഗുണമായിരിക്കും. കാരണം എപ്പോഴാണ് നമുക്ക് ലോസ്റ്റ് ആയി പോകാമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഈ വഴിയിൽ ഇവർ ഒരു മാപ്പ് തന്നിട്ടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വേറൊരു മാർഗമില്ല വഴി തിരഞ്ഞ് പോകാനായിട്ട്. നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാമെന്ന് മാത്രം. അതിന് മുമ്പ് വണ്ടിയിൽ ഫ്യൂവല് നമ്മൾ കരുതണം. ഫ്യൂവല് ഞാനാണെങ്കിൽ ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എൻ്റെ കയ്യിൽ വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഫുൾ ടാങ്ക് അടിച്ചത്. ഞാൻ അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ വഴി പോകുന്നുണ്ട്. എന്താണെന്ന് നോക്കിയതാണ് മാപ്പിൽ. അങ്ങനെ ഒരു റൂട്ടിൽ കിടക്കുന്നുണ്ട്. ഇപ്പോഴാണ് മാപ്പ് ശരിക്കും എനിക്ക് മനസ്സിലായത്. കാരണം ഇന്നലെ മാപ്പ് ഒന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇന്നത്തെ മാപ്പ് നമ്മൾ കൈകാര്യം ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ GPS വഴിയല്ലേ എല്ലാ സംഭവങ്ങളും ചെയ്യുന്നത്. ഇന്നെനിക്ക് ഐഡിയ കിട്ടി. ഇന്നെങ്ങനെയാണ് മാപ്പ് ഇരിക്കുന്നത്, എന്താണ് സംഭവം ഉദ്ദേശിച്ചാക്കുന്നത് എന്നൊരു ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഐഡിയയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം റോഡ് ടെറിബിൾ ഗ്രാവൽ റോഡാണ്. ശരിക്കും ഒരു 4x4 ഒക്കെ ഉണ്ടെങ്കിലേ വരാൻ പറ്റുള്ളൂ. നോർമൽ കാറ് നിങ്ങൾക്ക് കൊണ്ടുവരാനേ പറ്റത്തില്ല കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നത് സെഡാൻ ഇത്തിരി ക്ലിയറൻസ് കൂടി നിൽക്കുന്ന വെഹിക്കിൾസ് ആണെങ്കിൽ ഓക്കെയാണ്. 2x4 ഒക്കെ ആണെങ്കിൽ ഓക്കെയാണ്. പക്ഷേ ക്ലിയറൻസ് അതനുസരിച്ചേ വരാൻ പറ്റത്തുള്ളൂ. വരുമ്പോൾ ഇത്തിരി കഷ്ടപ്പെടാൻ വേണ്ടി തയ്യാറായിട്ട് തന്നെ വേണം വരാൻ. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കാണ് ഇതനുസരിച്ച് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ ഈ ഏരിയ ശ്രദ്ധിച്ചാൽ ഈ ഏരിയയിൽ കണ്ടോ നിറച്ച് ചെറിയ ചെറിയ റൗണ്ട് ഷേപ്പിലുള്ള കല്ലുകളില്ലേ, ആ കല്ലുകൾ കിടക്കുന്നുണ്ട്. ഇവിടെ മൊത്തം അങ്ങനെ കിടക്കുന്നത് കേട്ടോ. ഞാൻ വരുന്ന വഴിക്ക് എന്തോ മൃഗത്തിൻ്റെ കാഷ്ടൊക്കെ കണ്ടായിരുന്നു. അപ്പം പുറത്തിറങ്ങാനായിട്ട് പറ്റിയില്ല, കാരണം റോട്ടിൽ തന്നെയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് പോകാമെന്ന് വിചാരിച്ചു. നമുക്ക് അല്ലെങ്കിൽ ടൈമും പോയി. ഇവിടെ ഒരു ചെറിയ ഇരിക്കുന്നുണ്ട്. നമ്മളിവിടെ ഒരു വാട്ടർ ടാങ്കാന്ന് തോന്നുന്നു. ഇവിടെ ഈ സൈഡിലെല്ലാം ചെടികളെല്ലാം മുളച്ചിരിക്കുന്നുണ്ട്. അതിനർത്ഥം വാട്ടർ ഉള്ള ടാങ്കാന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ സൈഡിലൊന്ന് ജസ്റ്റ് ഒന്ന് വന്നതാണ്. വണ്ടി നിർത്തിയപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുമായിരിക്കും അല്ലേ. അതെ വാട്ടറാ കണ്ടോ. അപ്പോൾ വാട്ടർ സ്റ്റോറേജ് ചെയ്ത് അത് ഇവിടെ എന്തൊക്കെയോ കാട്ടോട്ട് വെച്ചിട്ടുണ്ട്. ഇത് കിളികളാണോ തോന്നുന്നു. അപ്പോൾ അത് ഈ വണ്ടി നമ്മളിവിടെ നിർത്തി. അപ്പം ഇവിടെ കുറച്ച് സോളാർ പാനലുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. സോളാർ പാനൽ വെച്ചേക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ വെള്ളത്തിൻ്റെ മാനേജ് ചെയ്യാനൊക്കെ ആയിരിക്കും. പക്ഷേ ഈ വെള്ളം എവിടേക്കാണ് പോകുന്നത്? ഇത് എനിക്ക് തോന്നുന്നത്
ഇതെവിടേക്കാണ് എനിക്കറിയത്തില്ല കേട്ടോ. നമ്മുടെ അവിടേക്കൊന്നും വെള്ളമൊന്നും വരത്തില്ലായിരുന്നു. ഇതൊക്കെ കണ്ടോ എന്തൊക്കെയോ കാഷ്ടോട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇത് കുടുവിൻ്റെയൊക്കെയാണെന്ന് തോന്നുന്നു. അവിടെ അങ്ങ് മാറിയിട്ടൊരു കുടു നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോകാൻ പോകുന്ന റൂട്ട് ഇത്തിരി 4x4 റൂട്ടാണ്. അപ്പം ഇന്നലെ വന്ന ആ റൂട്ട് തന്നെ. നമുക്ക് ശരിക്കും അതിൽ കൂടെ കറങ്ങി പോവുകയാണെങ്കിൽ 13.5 കിലോമീറ്റർ പോകണം. ഇതിലേ പോയിട്ടുണ്ടെങ്കിൽ 8.5 കിലോമീറ്ററിൽ നമുക്ക് റിസപ്ഷൻ എത്താനാണ് കാണിച്ചാക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വഴിക്ക് എന്തായാലും പോകാം. ഈ വഴിക്ക് എന്തായാലും വന്നത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വഴിക്ക് പോവാവേ. വീണ്ടും നമ്മൾ വഴി നോക്കാൻ വേണ്ടി വണ്ടി നിർത്തിയിട്ടാണ്. അപ്പം എനിക്ക് തോന്നുന്നത് നേരം വേണമെങ്കിൽ പോകാം, അല്ലെങ്കിൽ ഈ വഴി കൂടെ കിടന്ന് പോകാം. നമുക്ക് ഈ വഴി കൂടെ കിടന്നാണ് ഇന്നലെ വന്നതെന്നാണ് എൻ്റെ ഒരു ഉറപ്പ്. അതെ, ആ വഴി കൂടെയാണ് നമ്മൾ ഇന്നലെ കിടന്ന് വന്നത്. ഇത് നോക്കി എന്താ ലാൻഡ്സ്കേപ്പ് അല്ലേ, ശരിക്കും ഇൻസൈൻ കേട്ടോ. ശരിക്കും ഒരുമാതിരി ലാൻഡ്സ്കേപ്പ്, കണ്ണ് ഇടിക്കാൻ തോന്നാത്തൊരു തരം സെറ്റപ്പും. എന്താ ചെയ്യുക, അടിപൊളി. നമുക്കപ്പം ഈ വഴിക്ക് പോകാം. ഈ വഴി ഇന്നലെ വന്നത് ഇത്തിരി 4x4 റൂട്ടാണ്. എന്നാൽ ഈ വഴി പോകും. ഇന്ന് അടുക്ക് നിൽക്കുന്ന പുല്ലുകളില്ലേ, നമ്മുടെ ബമ്പറിൻ്റെ താഴെ ഒരു സംഭവമുണ്ട്. അതുപോലെ ചെത്തി പോകുന്ന ശബ്ദം നമുക്ക് കേൾക്കാം. ഇത്തിരി പൊങ്ങി നിൽക്കുന്ന പുല്ലുകളില്ലേ, അതൊരു സെറ്റപ്പ് സംഭവമാണ്. നമ്മുടെ വണ്ടി പഴയ വണ്ടിയൊക്കെ ആണെങ്കിൽ അട്ടിമുട്ടി അവിടെ സ്റ്റക്കായി കിടന്നാണ്. ഇത് കണ്ടോ, വണ്ടിയൊന്നും മുട്ടത്തില്ല. അങ്ങനെ ഒരു സെറ്റപ്പിലാണ് പോകുന്നത്. ഒരു ഒന്നും പറയാതെ ഒരു മര്യാദ വേണ്ടത് അല്ലേ. സെറ്റപ്പായിട്ടാ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെയൊക്കെ ഡ്രൈവ് എന്തായാലും ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം ഇത് ലക്ഷറി ഒന്നല്ല, ഇത്തിരി കഷ്ടപ്പെട്ടിട്ട് വേണം വരാനൊക്കെ ആയിട്ട്. അപ്പം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ആയിട്ട് നല്ലൊരു സ്ഥലമാണ്. ഞാൻ ചൂസ് ചെയ്യുന്നൊരു സ്ഥലമാണ് ടാങ്കുക്കാർ നാഷണൽ പാർക്ക്. ഇവിടെ സൗത്ത് ആഫ്രിക്കയിലുള്ളവരാണ് ഇങ്ങനത്തെ ഒരു മൈൻഡ് ആണെങ്കിൽ നിങ്ങളൊന്നും നോക്കണ്ട. കഴിവതും തന്നെ വരാൻ ഇരിക്കാതെ നോക്കുക. കാരണം തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ടെൻഷനൊക്കെ ആയി പോകും. ഞാൻ വന്നപ്പോൾ ഇന്നലെ ഇത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ മീനും വാമില്ലാത്തതിൻ്റെ ഒരു ടെൻഷനും അവരൊറ്റയ്ക്കാക്കി വന്നതിൻ്റെ ഒരു ടെൻഷനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അതെല്ലാം തരണം ചെയ്ത് ഇന്നിപ്പോൾ രാവിലെ ആയി. ഇനിയിപ്പോൾ അതേ അവരുടെ അടുത്തേക്കാണല്ലോ പോകുന്നത് എന്നുള്ളൊരു ആശ്വാസമുണ്ട്. അപ്പം ഈ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ക്യാമറയിൽ എത്രത്തോളം സക്സസ്ഫുള്ളായിട്ട് പകർത്താൻ പറ്റിയെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. കാരണം ഒറ്റയ്ക്കുള്ളതുകൊണ്ട് ഇങ്ങനത്തെ ഡ്രൈവ് ചെയ്യുമ്പം നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ഡ്രൈവ് ചെയ്യാൻ വേണം, വീഡിയോ എടുക്കാൻ വേണം, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അത് എത്രത്തോളം നിങ്ങളിലേക്ക് എത്തി എന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ എന്നെ അറിയിക്കുവാണെങ്കിൽ എനിക്ക് അത്രയും സന്തോഷമാകും. അപ്പം എല്ലാവരും നിങ്ങൾ കമൻ്റ് എല്ലാം ഇടാനായിട്ട്, ഈ വീഡിയോ കാണുന്നവർ കമൻ്റ് ഇടാനായിട്ട് ഞാൻ ഒരു റിക്വസ്റ്റ് ചെയ്യുവാണ്. കാരണം കമൻ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ചേഞ്ചസ് വരുത്താം. എൻ്റെ കഴിഞ്ഞ പ്രീവിയസ് വീഡിയോത്തിന് കുറച്ച് പേരൊക്കെ ഇങ്ങനെ കമൻ്റൊക്കെ ചെയ്തിരുന്നു. ഞാൻ അതെല്ലാം മാറ്റം വരുത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് വീഡിയോ നന്നാക്കാനായിട്ട് എന്തെങ്കിലും സജഷൻ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നല്ല സന്തോഷം കേട്ടോ. ഇന്നലെ നമ്മൾ ഓസ്ട്രിച്ചിനെയൊക്കെ കണ്ട ഏരിയ കൂടെയാണ് കിടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കിടന്ന് വന്നപ്പോൾ തന്നെ ഓസ്ട്രിച്ചിനെയൊക്കെ കണ്ടില്ലായിരുന്നു. ഇവിടെ മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ വരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. കാരണം ഈ റോഡൊക്കെ ഇരിക്കുന്നതൊക്കെ 4x4 ഇല്ലെങ്കിൽ പറ്റത്തില്ല. നമ്മുടെ 4x4 ആണ്. ഞാനിപ്പം 4x4 മോഡിലിട്ടിട്ടാണ് വണ്ടി ഓടിക്കുന്നതും കേട്ടോ. അങ്ങ് ദൂരെ റിസപ്ഷനാണെന്ന് തോന്നുന്നു. ആ ബിൽഡിങ്ങുകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഒരു ആശ്വാസം. പിന്നെ അവിടേക്ക് പോവാം. എന്തായാലും വഴിയൊന്നും തെറ്റിയിട്ടില്ല, നമ്മുടെ മാപ്പ് ചതിച്ചില്ല. അങ്ങനെ നമ്മൾ റിസപ്ഷൻ എത്തി. റിസപ്ഷനാണ് ഇതാ കാണുന്നത്. റിസപ്ഷനിൽ വൈഫൈ ഉണ്ട്. നമുക്ക് അവിടെ ചെന്നിട്ട് ഒന്ന് മീനുവിനെ ഒന്ന് വിളിക്കാം. ഇപ്പോഴാണ് ഒരു ശ്വാസം ഒന്ന് നേരെ വിടുന്നത്. കാരണം വഴി തെറ്റിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ടെൻഷൻ എന്താണെന്ന് പറയുക, ഫ്യൂവല് ആണ് പ്രശ്നം. നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചിട്ട് ഇപ്പം ഹാഫായി. അപ്പം അതാണൊരു ടെൻഷൻ ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് കൂടിയെത്താനുണ്ട്. പെട്രോൾ പമ്പ് എത്തുന്നത് അതാണൊരു ടെൻഷൻ വന്നത്. എനിവേ റിസപ്ഷൻ എത്തി. ഇനി നമുക്ക് അവിടെ നിന്ന് കയറി മീനുവിനെയൊക്കെ ഒന്ന് വിളിച്ചിട്ട് നമുക്ക് പോകാം. അപ്പോൾ ദേ റിസപ്ഷൻ എത്തി. ഞാൻ ഫോണൊക്കെ ചെയ്തു. ഇപ്പോഴാണ് ആശ്വാസമായത്. ഇനിയിപ്പം ഇവിടെ നിന്ന് നമ്മുടെ അടുത്ത ടൗണിലേക്ക് ഒരു 190 കിലോമീറ്റർ ഉണ്ട്. അപ്പം അടുത്ത ടൗണിൽ എത്തിയിട്ട് വേണം നമുക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടി. പെട്രോള് ഹാഫ് ടാങ്കാണ്, ഞാൻ കാണിച്ചു തന്നില്ലേ. അപ്പം നമുക്ക് എന്തായാലും തിരിക്കാൻ സമയം കളയണ്ട. നമുക്ക് നേരെ വീട്ടിലേക്ക്. ഒരു ബ്രിഡ്ജ് വരുന്നുണ്ട് കേട്ടോ. അത് ഇന്നലെ എനിക്ക് കാണിക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പം ചെറിയൊരു ബ്രിഡ്ജ് കണ്ടോ. വെള്ളമൊന്നുമില്ല, വെള്ളമൊക്കെ കാലിയടിച്ച് കിടക്കുന്നത്.
ഞാനേ ഒന്ന് ടോയ്ലറ്റിലൊക്കെ പോയിട്ടാ റിസപ്ഷനിൽ വന്നു കഴിഞ്ഞപ്പം നേരെ അവരോട് പറഞ്ഞിട്ട് ടോയ്ലറ്റിൽ പോയി റിസപ്ഷൻ തുറന്നിട്ടുണ്ടായിരുന്നില്ല. റിസപ്ഷൻ തുറക്കാം, പക്ഷേ അവിടെ ആളുണ്ടായിരുന്നു. ഇപ്പോൾ അത് 20 പക്ഷേ റിസപ്ഷനിൽ കയറി ഞാൻ എൻ്റെ എല്ലാം നടത്തിയിരുന്നു. അപ്പം ഇനി നമുക്ക് നേരെ പോകാം. നേരെ വെച്ച് പിടിച്ച് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് മീനുവിനെയും പാമീനെയും കാണാൻ വേണ്ടി നമുക്ക് നേരെ പോകാം. ഒരു ദിവസം തന്നെ മാറുന്നപ്പോൾ എന്തോ പോലെ ഉണ്ട് കേട്ടോ. എന്തായാലും എൻ്റെ അടുത്തേക്ക് തന്നെ അവരുടെ അടുത്തേക്ക് ഞാൻ പോകുന്നത്. എന്തായാലും ചെന്നിട്ട് നമുക്ക് കാണാം. നോക്കി ക്യാമ്പേഴ്സൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ആയപ്പോഴേക്കും ലാൻഡ് റോവറൊക്കെ കൊണ്ട് കിടക്കാച്ചായിട്ട് പോകുന്നുണ്ടോ. അടിപൊളി. ഗെയിം ഡ്രൈവിനൊക്കെ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ ഗെയിം ഡ്രൈവിനൊക്കെ ആയിട്ട് വിസിറ്റേഴ്സിനെ ഗെയിം ഡ്രൈവിനൊക്കെ ആയിട്ട് വരുന്നുണ്ട് ആൾക്കാർ. നമുക്കിപ്പം ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്യാനുള്ളത് കൊണ്ടും അവർ രണ്ടുപേരും തന്നെ ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പോയേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ഒരു ദിവസം ആരെങ്കിലുമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിലാണ് നമുക്കൊരു ധൈര്യത്തോടു കൂടി ഇപ്പം കേസ് വണ്ടിക്കൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഹെൽപ്പായിരിക്കുമല്ലോ. നോക്കി ഒരു സ്പ്രിംഗ് ബോക്ക് നോക്കി കണ്ട ജാതി സാധനല്ലേ. എന്തൊക്കെയാ കാണാ. ഇവിടെയാണ് നമ്മൾ ഇന്നലെ റിവർ ക്രോസ് ചെയ്തില്ലായിരുന്നോ? ആ റിവർ ക്രോസിങ് ഇപ്പോഴാണ് വരുന്നത്. റിവറല്ല, ചുമ്മാ ഒരു വെള്ളം കെട്ടിക്കിടക്കുന്നു. അതെ, അപ്പൊ ഇങ്ങനെ കയറി വരുമ്പോ തന്നെ ഇവിടെ കുറച്ച് ബിൽഡിങ്ങുകൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇതേ കുറെ കിടക്കുന്നുണ്ട്. കണ്ടോ, പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടങ്ങള്. അപ്പം ഇവിടുത്തെ മണലിനെ കറുത്ത കളറാ, ഒരു കൽക്കരിയുടെ കളറാ. ഇത് കണ്ടോ, ഈ ഡെസേർട്ട് ലാൻഡിലെ ഇതൊക്കെ അബാൻഡൻഡ് വില്ലേജുകളായിരുന്നു എന്നാട്ടോ അവര് പറഞ്ഞത്. അപ്പം ആ വഴിക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വണ്ടി ഒന്ന് നിർത്തി. ഇവിടെയൊക്കെ നിറച്ചത് ബിൽഡിങ്ങുകൾ ഞാനിപ്പോൾ തന്നെ പറഞ്ഞില്ലായിരുന്നോ? അപ്പം ആ ബിൽഡിങ്ങുകളുടെയൊക്കെ അടുത്ത് നിർത്തി. അപ്പോൾ ഇതൊക്കെ ഒഴിഞ്ഞു പോയ കെട്ടിടങ്ങളാട്ടോ. ഒഴിഞ്ഞു പോയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അബാൻഡൻഡ് വില്ലേജുകളാണ്. അപ്പം ഇതെല്ലാം കെട്ടിയിരിക്കുന്ന ഇത് കണ്ടോ, മണൽ കൊണ്ടാണ്. നമ്മുടെ ചെളി വെച്ച് പറ്റില്ലേ, നമ്മൾ പണ്ട് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഉണ്ടായിരുന്നില്ലേ, ആ ഒരു സെറ്റപ്പിലുള്ള കെട്ടിടങ്ങളാണ്. ഇഷ്ടികയുണ്ട്, ഇഷ്ടികയിൽ യൂസ് ചെയ്താക്കുന്ന സിമെൻറ്റിന് പകരം മണലാണ് യൂസ് ചെയ്താക്കുന്നത്. മണലല്ല, മണ്ണ്. അപ്പം ചെളിമണ്ണില്ലേ, കളിമണ്ണൊക്കെ പോലത്തെ മണ്ണ്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഇതിൻ്റെ കളറ് കണ്ടോ നിങ്ങൾ, കറുത്ത് തന്നെ ഇരിക്കുന്നത്. എന്തോ കൽക്കരി സംഭവം സെറ്റപ്പാണെന്ന് തോന്നുന്നു. അപ്പം ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൂഗിളിലൊക്കെ കിടക്കുന്നത് ജൈവവൈവിധ്യമാർന്ന പ്രദേശം എന്നാണ് കിടക്കുന്നത്. ഡെസേർട്ട് ലാൻഡും ജൈവവൈവിധ്യമാർന്ന പ്രദേശം കൂടിയാണ്. അപ്പം കൽക്കരി ആയിരിക്കാം മിക്കതും. എന്തായാലും ഇത് നോക്കിക്കേ, ഇവിടെയൊക്കെ ക്യാമ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലായിരുന്നു. പക്ഷേ ഇതൊന്നും ക്യാമ്പ് ചെയ്യാനായിട്ട് ഇവരെ അലോ ചെയ്യാത്ത സ്ഥലങ്ങളാട്ടോ ഇതൊക്കെ. ഇതുണ്ട് ഒരു പ്രദേശം വെള്ളം ഒഴുകി പോയിട്ട് ഇങ്ങനെ ഇതായിട്ട് കിടക്കുന്നതാണ്. അപ്പം മഴ പെയ്യുമ്പോഴൊക്കെ ഇവിടെ ഭയങ്കരമായിട്ട് ഫ്ലഡിങ്ങൊക്കെ ഉണ്ടാകുന്ന ഏരിയ. അപ്പം ഇത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഫ്ലഡിങ്ങിന് ന്യൂസിലൊക്കെ കണ്ടായിരുന്നു. കാരു ഏരിയയിലൊക്കെ വെള്ളം കയറി മൊത്തത്തിൽ നിൽക്കുന്നുണ്ടെന്ന്. കാരണം വെള്ളം ഒഴുകി പോകുമ്പോഴേ. അപ്പോൾ ഈ രണ്ട് സൈഡിലുള്ള തിണ്ടുകളെല്ലാം വെള്ളമൊക്കെ ഒഴുകി വന്നിട്ടുണ്ടാക്കുന്ന തിണ്ടുകളാണ്. റോഡാക്കി ഇട്ടാക്കുന്നുണ്ട്, എന്നാലും രണ്ട് സൈഡിൽ തിണ്ടുകളുണ്ട്. അത് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും ചെറിയൊരു ബ്രിഡ്ജ്. ഇവിടെ എന്തേ ഒരു ചെറിയ രീതിയിൽ വെള്ളമുണ്ട്. ചെറിയ രീതിയിൽ വെള്ളം അവിടെ ഇവിടെയും കെട്ടിക്കിടക്കുന്നുണ്ട്. മഴ പെയ്യുമ്പോഴേ വെള്ളം ഉണ്ടാകത്തുള്ളൂ. ഒരു റിവറാട്ടോ അത്. അപ്പം അതും കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നോട്ട് തന്നെ. ഇവിടെ നിന്ന് ഏകദേശം കിലോമീറ്റർ 150 കിലോമീറ്റർ ഉണ്ട് നമുക്ക് നമ്മുടെ സീറസ് എത്താൻ വേണ്ടി. സീറസിൽ നിന്ന് വീണ്ടും ഉണ്ട് നമുക്ക് വീട്ടിലേക്ക്. അപ്പോൾ സീറസ് ആണ് ഇവിടുത്തെ ക്ലോസ് ആയിട്ടുള്ള ഒരു വില്ലേജ് ടൗൺ കേട്ടോ. സാധനങ്ങളൊക്കെ കിട്ടണമെങ്കിൽ. താങ്ക് യു ഫോർ വിസിറ്റിംഗ് താങ്ക്വാക്കാരു നാഷണൽ പാർക്ക് കേട്ടോ. സൗത്ത് ആഫ്രിക്കൻ നാഷണൽ പാർക്കിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് വൺ, അല്ലെങ്കിൽ ലാർജസ്റ്റ് വൺ എന്നൊക്കെ പറയാം. ഈ റോഡ് കണ്ടോ നിങ്ങൾ, ഇങ്ങനെ 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 ഗ്രാവൽ റോഡാക്കിയിട്ടേ. അതുകൊണ്ട് വണ്ടി 4x4 ഗ്രാവൽ റോഡ് മോഡിലിട്ടിട്ട് വേണം ഓടിക്കാൻ വേണ്ടി. ഇല്ലെങ്കിൽ നമുക്ക് ശരിക്കും അറിയും
ഈ ഡെസേർട്ട് ലാൻഡ് നമ്മളിപ്പം കാരൂ നാഷണൽ പാർക്കിൻ്റെ അതിർത്തി കഴിഞ്ഞു. ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി. ഇനിയും നമുക്ക് 140 കിലോമീറ്ററോളം ഓടിക്കാനുണ്ട് കേട്ടോ. 140 കിലോമീറ്ററോളം ഇനിയും പോകണം. ആ സൈഡിലായിരുന്നു താങ്കു കാരൂ നാഷണൽ പാർക്ക്, ആ സൈഡിലായിരുന്നു. നമുക്ക് പോകേണ്ടത് സീറസ് ആ സൈഡിലും. അപ്പോൾ നമുക്ക് പോയേക്കാം. ഇവിടെ ചെറിയ മുള്ള് വേലികൾ കെട്ടിയിട്ടിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനിമൽസ് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയായിരിക്കാം. എന്തായാലും നമുക്കിനി നേരെ തിരിക്കാം. ഞാനേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരുന്നത് ബാത്റൂമിൽ പോകാതിരുന്നതുകൊണ്ടാണ്. ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാധനങ്ങളെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചായക്കുള്ള സാധനങ്ങളും പിന്നെ മാഗി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട്. പക്ഷെ അതൊന്നും കഴിക്കാൻ പറ്റിയില്ല, കാരണം ബാത്റൂമിൽ പോകാത്തതുകൊണ്ട്. ഞാൻ എല്ലാ ദിവസവും രാവിലെ ബാത്റൂമിൽ പോയതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാറ്. അപ്പം അതൊരു വിമിഷം വന്നു. അതുകൊണ്ട് ചായ പോലും കുടിക്കാതിരുന്നത്. ഇനി നമുക്ക് എവിടെയെങ്കിലും സീറസിലെത്തുമ്പോൾ കട എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അല്ലെങ്കിൽ നേരെ നമുക്ക് പോയിട്ട് വീട്ടിൽ ചെന്നിട്ട് കഴിക്കാം. പക്ഷേ വീട്ടിൽ എത്തുമ്പോഴേക്കും നേരം വൈകും. എന്തായാലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ലഘുവായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമെന്ന് നോക്കാം എന്തായാലും. പഴയ രീതിയിലുള്ള ഒരു വിൻഡ് മില്ല് ഉണ്ടാക്കിയിട്ടാക്കുന്നുണ്ടോ? നമ്മളുടെ ഇംഗ്ലീഷ് സിനിമ ഗുഡ് ബാഡ് ആൻഡ് അഗ്ലിയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു സെറ്റപ്പ്. അതേപോലത്തെ ഒരു ഏരിയയും കൂടിയാട്ടോ ഇത്. നോക്കി, ഇവിടെ ഇത്തിരി ഡാമേജ് വന്ന ഏരിയ ആണ് ഫ്ലഡിങ്ങിൽ. അപ്പം ഇവിടെ അതിൻ്റെതായ സെറ്റപ്പിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കേട്ടോ, ഇതാണ് ആ ഏരിയ. അതിൽ കൂടെ നമ്മൾ കിടന്നു. ഒരു വണ്ടി വരുന്നുണ്ടോ നോക്കിക്കോട്ടോ. ഇത് എന്ത് വണ്ടിയാണെന്നുള്ളത് അടുത്തെത്തിയാലേ അറിയുള്ളൂ. ഓക്കെ, അതൊരു ജീപ്പ് കൊണ്ടുപോകുന്നതാണ് വണ്ടി. ഓഫ് റോഡിന് വേണ്ടിയുള്ള ജീപ്പാണെന്ന് തോന്നുന്നു. അത് ട്രെയിലറിൽ വെച്ച് കയറ്റി കൊണ്ടുപോകാൻ പോകുന്നത് ഒരു 2 അപ്പച്ചന്മാർ, വെള്ളക്കാരപ്പച്ചന്മാർ. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നില്ലേ ലാസ്റ്റ് കോഫി ഷോപ്പ്, അത് ഈ കോഫി ഷോപ്പാട്ടോ. അപ്പോൾ നമ്മൾ താങ്കു കാരൂ നാഷണൽ പാർക്കിനോട് വിട പറഞ്ഞു. ഇനി ഇതേ നമുക്ക് സീറസിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടുന്ന് റൈറ്റ് ആയിരുന്നു താങ്കു കാരൂ നാഷണൽ പാർക്ക്. അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാവീനിയ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് സീറസ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്ന് വണ്ടി നിർത്തിയതാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴേ 2 പേര് സൈക്ലിങ് നടത്തുന്നുണ്ടോ. അയ്യോ, പൊടി നന്നായിട്ട് പാറും. സൈക്ലിങ് നടത്തി പോകുന്നവരാ. ഞാൻ സ്ലോ ആക്കി പോയി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടി പാറണ്ടാന്ന് വിചാരിച്ചു, പക്ഷെ പൊടി പാറി. എന്തായാലും അവർ മാസ്കൊക്കെ ധരിച്ചിട്ടുണ്ട്. മാസ്കും ഗോഗിൾസും ഒക്കെ ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ വലിയ വിഷയം ഉണ്ടാകത്തില്ലായിരിക്കും. അപ്പോൾ ഇതേ സീറസിൻ്റെ ബോർഡ്. ഇനി 100 കിലോമീറ്റർ കൂടി, ഫൈനലി 100 കിലോമീറ്ററും കൂടി ഉള്ളൂ. ഇനി ഓഫ് റോഡ് തന്നെ 100 കിലോമീറ്റർ. വൻ സംഭവം അല്ലേ. നമ്മളിപ്പോൾ കുറേ വണ്ടികളായിട്ടാ, രാവിലെ ആയതുകൊണ്ട് കുറേ ക്യാമ്പിംഗ് വണ്ടികളായി കാണുന്നത്. അതേ കണ്ടോ, ഓഫ് റോഡിങ് 4x4 ഓവർലാൻഡിങ് ചെയ്യുന്ന ആൾക്കാരാണ് പോകുന്നത്. അപ്പം ഇന്നലെ വന്നപ്പോൾ നമ്മൾ ഒരു മനുഷ്യക്കുഞ്ഞിനെയും ഈ ഏരിയയിൽ കണ്ടില്ലായിരുന്നു. കാരണം നമ്മൾ നേരം വൈകിയതുകൊണ്ടായിരിക്കാം. രാവിലെ തന്നെ എല്ലാവരും വരും. അപ്പം അതാണ് കാണുന്നത്. കണ്ടോ, രാവിലെ വന്ന് അവരുടെ പ്ലേസ് ചെയ്ത് അവർ അവിടെ റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്യുക. ഇത് തന്നെ പരിപാടി. ഇനി 60 കിലോമീറ്ററും കൂടി കേട്ടോ സീറസിലെത്താൻ വേണ്ടി. 60 കിലോമീറ്റർ. അങ്ങനെ നീണ്ട 150 കിലോമീറ്ററോളം നീണ്ട ഓഫ് റോഡ് യാത്രയ്ക്ക് ശേഷം നമ്മൾ ഗ്രാവൽ റൂട്ടിൽ നിന്ന് അതാണ് ഗ്രാവൽ റോഡ്. അവിടെ നിന്ന് നമ്മൾ ടാറിട്ട റൂട്ടിലേക്ക് കിടന്നു. നമ്മുടെ വണ്ടിയുടെ കോലം നോക്കിയാൽ നിങ്ങൾ എന്താ അല്ലേ. വണ്ടി ഞാനിവിടെ നിർത്തിയിട്ടേക്കുവാണ്. അപ്പം ഇതാണ് നമ്മളിപ്പം സീറസ് എത്താറായിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇനി ഒരു 30 കിലോമീറ്ററും കൂടി ഉണ്ട് സീറസിലെത്താൻ വേണ്ടി. പക്ഷേ ഞാൻ ഈ ഗ്രാവൽ റൂട്ടിൽ നിന്ന് കയറി കഴിഞ്ഞപ്പോൾ നിർത്തിയതാണ്. ടാറിട്ട റൂട്ടിൽ കയറി കഴിഞ്ഞപ്പോൾ നിർത്തിയതാണ്. വണ്ടി ഇനി കഴുകാൻ കൊടുക്കണം. അതെന്തായാലും കുഴപ്പമൊന്നുമില്ല. വണ്ടി ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് നമ്മൾ നേരത്തെ അറിയാം. അപ്പോൾ ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് നോക്കിയാൽ നിങ്ങൾ പെട്ടെന്ന് ലാൻഡ്സ്കേപ്പ് ചേഞ്ചായി. ഇവിടെ നല്ല മലകളും പച്ചപ്പൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ എപ്പിസോഡ് അധികം വലിച്ചു നീട്ടാതെ നിർത്താം. ഇനി അങ്ങോട്ട് പോകുന്ന കാഴ്ചകളെല്ലാം നിങ്ങൾ സീറസൊക്കെ എൻ്റെ പണ്ടത്തെ എപ്പിസോഡിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻസിൽ കൊടുക്കാം. സീറസ് നമ്മുടെ മഞ്ഞ് പെയ്യുന്ന ആ സ്ഥലത്തിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ ഗൈസ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കും. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എല്ലാ പരിപാടിയും ചെയ്യണം. ആഫ്രിക്കൻ മല്ലു ക്യാമ്പർ ഇതേപോലത്തെ കിടിലൻ എപ്പിസോഡ്, സോളോ ക്യാമ്പിങ്ങും ഫാമിലി ക്യാമ്പിങ്ങും എല്ലാമായിട്ട് നമ്മുടെ ഓവർലാൻഡിങ് എക്സ്പീരിയൻസ് ആഫ്രിക്കയിലോടുള്ള സദേൺ ആഫ്രിക്കയിലോടുള്ള
അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയിലൂടെ മെയിൻ ഞാൻ ഇപ്പം താമസിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിലാണ്. അപ്പം സദേൺ ആഫ്രിക്ക എല്ലാം നമ്മൾ കവർ ചെയ്യുന്നതാണ് വഴിയെ. അപ്പം നമ്മുടെ ചാനലിൽ കിടുക്കാച്ചി വീഡിയോസ് വരുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് വളരെ വിലപ്പെട്ടതാണ്. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാകണം. നിങ്ങളുടെ കമൻറ്റ് രൂപത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്നെ അറിയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷം കേട്ടോ. അപ്പോൾ എക്സ്പ്ലോറിങ് ദ നേച്ചർ ബൈ ആഫ്രിക്കൻ മല്ലു ക്യാമ്പർ. നമ്മൾ സീറസ് എത്തിയിട്ടാ. സീറസ് ആണ് ലാസ്റ്റ് ടൗൺ ഉണ്ടായിരുന്നത് നമുക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ടൗൺ എത്തി. ഇനി പെട്രോൾ അടിക്കണം. ഫ്യൂവൽ ഇതേ ഇപ്പം ഇത്രയ്ക്ക് എത്തി. അപ്പോൾ ഫ്യൂവൽ അടിച്ചിട്ട് വേണം നമുക്ക് ഇനി മുന്നോട്ടുള്ള യാത്ര പോകാനായിട്ട്. അതിനുള്ളിൽ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ ഒരു കോഫിയും കുടിക്കണം, ബ്രേക്ക്ഫാസ്റ്റും കഴിക്കണം. അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് നേരെ വിടാം. ഞാൻ മീനുവിനെയും മാമീനെയൊക്കെ വിളിച്ചു. അവരൊക്കെ കുഴപ്പമില്ലാതിരിക്കുന്നു. അപ്പം ഇനി നേരെ ഫ്യൂവൽ അടിക്കാൻ കയറിയിട്ട് ഓക്കെ ഫ്യൂവൽ ഓക്കെ ഫ്യൂവൽ സ്റ്റേഷൻ എത്തി. അപ്പോൾ ഫ്യൂവൽ അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ വിടാം കേട്ടോ. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇട്ടുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് സമയം കിട്ടിയില്ല. എന്നാലും ചിക്കൻ ആൻഡ് മഷ്റൂം പയ്യ്, കോഫി ഇതാ ഇവിടെ ഇരിപ്പുണ്ട്.